രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അമ്മദിക്ക കഞ്ഞിണ്ട് കുടിച്ചോളി. പാടവരുമ്പത്തൂടെ അങ്ങാടിക്ക് പോകുന്ന അമ്മദ് പാത്തുമാടെ വിളി കേട്ടപ്പോൾ വായിലൂടെ കപ്പിലോടിച്ച് പാത്തുമാന്റെ വീട്ടിലേക്ക് കയറി. അല്ല, അമ്മദിനെ കണ്ടാൽ ആർക്കൊന്ന് വീട്ടിലേക്ക് കയറ്റി ഭക്ഷണം കൊടുക്കാനും തോന്നും. മെലിഞ്ഞൊട്ടിയ വയറും വിറകുള്ളി പോലെ മെലിഞ്ഞു കറുത്ത ശരീരവും കണ്ടാൽ തന്നെ തോന്നും വീട്ടിലൊരു വകയ്ക്ക് കഴിയില്ലെന്നുള്ളത്. അമ്മദിന്റെ ഉപ്പ ചെറുപ്പത്തിൽ മരിച്ചതാണ്. ഉമ്മയും ഒരു പെങ്ങളുമുണ്ട്. 24 വയസ്സായ അമ്മദിന് നിത്യവരുമാനമൊന്നുമില്ല. പറമ്പിളക്കിലും വിറകൊത്തിലൊക്കെയായി വല്ലപ്പോഴും കിട്ടുന്ന പണി കൊണ്ടൊന്നും പട്ടിണി തീരൂല. എന്തു പണിയും ചെയ്യാൻ തയ്യാറായി നടക്കുന്ന അമ്മദ് വല്ല പണിക്കാരെങ്കിലും വിളിച്ചാലോ എന്ന് കരുതി ദിവസവും അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നതാണ്. അമ്മദിന്റെ വീട്ടിലെ അവസ്ഥ പാത്തുമാക്കോടെ ഉമ്മാക്കും ഉപ്പാക്കും വീട്ടുകാർക്കൊക്കെ അറിയാം. അതുമാത്രമല്ല, പാത്തുമ്മയുടെ വീട്ടുകാർ കുറച്ച് റിച്ചാണ്. നിത്യവും അമ്മദ് പാടവരമ്പിലെത്തിയാൽ നടത്തുന്ന വേഗത കുറയും. പാത്തുമ്മയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കണ്ടാലല്ലേ തിന്നാൻ കിട്ടൂ. നിത്യവും പാത്തുമ്മ അമ്മദിനെ കാത്തു നിൽക്കുകയും ചെയ്യും. സ്വാദിഷ്ടമായ കഞ്ഞിയും പാത്തുമ്മയുടെ കൈകൊണ്ട് അരച്ചുണ്ടാക്കിയ തേങ്ങാ ചമ്മന്തിക്കൊപ്പം അമ്മദിന് പാത്തുമ്മാനെയും പെരുത്ത് ഇഷ്ടമായി. അല്ലെങ്കിലും ആർക്കാണ് പാത്തുവിനെ ഇഷ്ടമാണ്ടിരിക്കുക? വെളുത്തു തുടുത്ത് 14 ആവശ്യം പോലെയുള്ള ഓള് കുളിച്ചൊരുങ്ങി വന്ന അപ്പൊ അമ്മദിനെ പറഞ്ഞിട്ടും കാര്യമില്ല. മൂപ്പർക്ക് പ്രേമം തലകി കയറി. പാത്തുമ്മാനെ ഇന്ന് സ്വപ്നം കാണാനും തുടങ്ങി. പാത്തുമ്മ അമ്മദിനുള്ള കഞ്ഞിയായിട്ട് നിത്യം കാത്തു നിൽക്കുന്ന പതിവായി. തന്റെ പ്രണയിനിയെ കാണാൻ വേണ്ടി അമ്മദ് എന്നും യാത്ര പാടവരമ്പിലൂടെയായി. കുറെ നേരം അമ്മദ് പാത്തുമ്മയെ കണ്ടു നിൽക്കാൻ വേണ്ടി അമ്മദ് എന്തെടുക്കുമെന്ന് അറിയുമോ? കഞ്ഞി കുടി കഴിഞ്ഞാൽ പിന്നെ ആചാരുടെ പറമ്പിലൂടെ നടക്കും. എന്നിട്ട് തെങ്ങിൽ നിന്ന് വീണ കുറച്ച് പട്ടയൊക്കെ വെട്ടി ശരിയാക്കി പാത്തുമ്മാന്റെ ഉമ്മാക്ക് കത്തിക്കാൻ വേണ്ടി കൊടുക്കും. അതോടെ മൂപ്പരെ പാത്തുമ്മയുടെ വീട്ടുകാർക്ക് ഇഷ്ടമായി. വയസ്സ് 24 കഴിഞ്ഞ് 25 കടന്ന അമ്മദിന് കല്യാണാലോചന തുടങ്ങി. പ്രേമം തലക്കുത്തിയ അമ്മദ് പാത്തുമ്മാനെ മാത്രമേ കെട്ടു. ഓൾക്ക് ഇന്ന ഇഷ്ടമാണെന്ന് വീട്ടുകാരോട് പറഞ്ഞു. ഓളെ കെട്ടിയ പട്ടിണിയും മാറും അമ്മദിന്റെ പൂതിയും തീരും. ഈ ഒരു ചിന്തയിൽ അമ്മദ് മൂപ്പര ചങ്ങായി ബീരാനും കൂടെ പെണ്ണന്വേഷിച്ച് പാത്തുവിന്റെ വീട്ടിൽ പോയി. പോരേ കുതൂഹലം. കേൾക്കണങ്ങൾക്ക് പിന്നെ ഉണ്ടായത്. അമ്മദ് കാര്യങ്ങൾ ആജിയോട് പറഞ്ഞു. അത് കേട്ടത് ആജിയാര് പാത്തുമാരെ സമ്മതം വാങ്ങാൻ അകത്തേക്ക് പോയി. പാത്തുവോ, അണക്കോനെ ഇഷ്ടായിക്കണോ? അല്ലോ ഇല്ല വാപ്പ, ആ ചങ്ങായിന് കാരി കെട്ടാനാ? കറുത്ത് മെലിഞ്ഞൊട്ടി ഓനെയോ? അകത്തു നിന്നും പാത്തുമ്മയും ബാപ്പിയും തമ്മിലെ സംസാരം അമ്മദ് പുറത്തിരുന്ന് കേട്ടു. അതോടെ അമ്മദിന്റെ കിളി പോയി. കൂടെ വന്ന ബീരാനും ചിരിയടക്കാനാവുന്നില്ല. ചിരിച്ചിരിച്ച് ബീരാൻ വരാൻ പോകുന്ന വിപത്ത് മനസ്സിൽ മുന്നേ കണ്ട് വന്ന വഴിയെ പാഞ്ഞു. പിന്നെ പുറത്തിറങ്ങി ആചാര്യയുടെ വായിലിരിക്കുന്ന മുഴുവൻ അമ്മദ് ഒറ്റയ്ക്കെന്ന് കേട്ടതോടെ പാത്തുമാരെ കെട്ടേണ്ട പൂതി അങ്ങ് ഇല്ലാതായി. സംഗതി എന്താണെന്നറിയോ? പാത്തുമാക്ക് അമ്മദ് ഒരു പാവപ്പെട്ട വീട്ടിലെ പയ്യനല്ലേ. അത് വിചാരിച്ചിട്ട് അവൾ കഞ്ഞി കൊടുത്ത്. അമ്മദ് വിചാരിച്ച് ഓനുള്ള മുഹബത്തിന്റെ പേരിലാണ് അവൾ കഞ്ഞിയൊക്കെ കൊടുക്കുന്നതെന്ന്. അതിനുശേഷം ആ പാടവരമ്പിലൂടെ നടത്തം മൂപ്പരങ്ങ് നിർത്തി. പാത്തുമാനെ നോക്കാൻ പേടിയുമായി. അങ്ങനെ കുറെ കാലം കടന്നുപോയി. മെലിഞ്ഞൊട്ടി അമ്മദ് ഗൾഫിലൊക്കെ പോയി തടിച്ചു കൊഴുത്ത് സുന്ദരനായി. മൂപ്പര് വേറെ കല്യാണം കഴിച്ചു. പാത്തുമ്മയുള്ള ദേഷ്യം തീർത്ത പോലെ കുട്ടികൾ 5 മൂത്തമ്മോടെ നിക്കാഹ് പറയാൻ അയൽപ്പക്കത്തൊക്കെ പോയപ്പോൾ പാത്തുമ്മയും വീട്ടിൽ ചെന്നു. അമ്മദിന് വയസ്സിപ്പോൾ 43 പഴയ മുഹബത്തിന്റെ കഥ മറക്കാത്ത കാരണം കുറച്ച് ലജ്ജയോടെയാണ് ഹാജിയാരുടെ വീട്ടിൽ കയറിയത്. ഹാജിയാരും ഭാര്യ പാത്തുമ്മയോളെ കുട്ടികളും കെട്ടിയനും അങ്ങനെ എല്ലാവരും ഉമ്മർത്തിരുന്ന് സ്വറ പറയുന്ന തിരക്കിലാണ്. അമ്മദ് കയറി ചെന്ന് നിക്കാഹ് പറഞ്ഞു. കൂട്ടത്തിൽ ഓളെ ഇടം കണ്ടിട്ട് നോക്കാനും മറന്നില്ല. നോക്കുമ്പോഴും ഓള് കണ്ണൊക്കെ നിറച്ച് നിൽക്കണം. പഴയ അമ്മദല്ല ഇപ്പൊ അമ്മദ്. അങ്ങോട്ട് വളർന്നു, കായ് കൊണ്ടും ആരോഗ്യം കൊണ്ടും. അങ്ങനെ പാത്തുമ്മ അമ്മദിന്റെ മോളെ നിക്കാഹിന് വന്ന് പോകാൻ നേരം അമ്മദിന്റെ ഓള് പറയാ, കുറച്ച് ചോറ് നമ്മൾ അങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അമ്മദിക്ക എന്ന്. അത് കേട്ടപ്പോൾ അമ്മദിന്റെ മനസ്സിലൊരു ചിരി പൊട്ടി. ഒപ്പം ഓളോടുള്ള ഭയവും മാറിയിരുന്നു.